നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സീസണിലെ അവസാനത്തെ കളിക്ക് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യഘട്ടത്തിൽ ദയനീയമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി. 6 കളികളിൽ ഒരൊറ്റ പോയിൻ്റേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് അവരുടെ കോച്ചിനെ പുറത്താക്കി, ഡേവിഡ് കറ്റാലയെ പുറത്താക്കി. പിന്നീട് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന ഇന്ത്യയിൽ സ്ഥിര പരിചയമുള്ള ഒരു കോച്ചിനെ കൊണ്ടുവന്നു. തുടർന്ന് മികച്ച കളി പിന്നെ കളിച്ച 6 കളികളിൽ 4 എണ്ണം ജയിക്കുകയും 1 സമനിലയിലാവുകയും ചെയ്തു. ഒരു കളി മാത്രമാണ് തോറ്റത്. ഇപ്പോൾ 14 പോയിന്റുമായി 8ാം സ്ഥാനത്തെത്തി. ആദ്യഘട്ടത്തിൽ 13ാം സ്ഥാനത്തായിരുന്നു. തരം താഴ്ത്തപ്പെടും എന്നൊക്കെ കരുതി. പക്ഷേ പിന്നീട് വെസ്റ്റ്വുഡ് വന്ന് ഒരു മാജിക് കാണിച്ച് ടീമിന് 14 പോയിന്റ് നേടി ഇപ്പോൾ 8ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഈ സീസണിലെ അവസാനത്തെ കളിയാണ് ഇന്ന് നടക്കുക. FC ഗോവയുമായിട്ടാണ്. FC ഗോവയെ തോൽപ്പിച്ച് ഈ സീസൺ നന്നായി അവസാനിപ്പിക്കാൻ, ആത്മവിശ്വാസത്തോടെ അവസാനിപ്പിക്കാനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നോക്കുക. തീർച്ചയായിട്ടും സീസണിലെ അവസാനത്തെ കളിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത തവണ ലീഗ് ഉണ്ടാവുമോ, ISL ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. ISL ഉണ്ടെങ്കിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവുമോ എന്നറിയില്ല. ബ്ലാസ്റ്റേഴ്സിൽ ആരൊക്കെ ഉണ്ടാകും, ഏതൊക്കെ കളിക്കാരുണ്ടാകും എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം അനിശ്ചിതാവസ്ഥയിൽ നടക്കുന്ന അവസാനത്തെ ലീഗ് മത്സരമാണ് ഇന്ന് FC ഗോവയെ തകർത്ത് പോയിന്റ് പട്ടികയിൽ ഒരു 2 പോയിന്റ് കൂടി നേടിയെടുത്ത് 8ാം സ്ഥാനത്ത് തന്നെ തുടരാം. കാരണം 7ാം സ്ഥാനത്തുള്ള FC ഗോവയ്ക്ക് 20 പോയിന്റ് ഉണ്ട്. അപ്പം ഇന്ന് ഗോവയെ തോൽപ്പിച്ചാലും 7ാം സ്ഥാനത്തേക്ക് കാണാൻ പറ്റില്ല. പക്ഷേ 8ാം സ്ഥാനത്ത് തന്നെ തുടർന്ന് അടച്ചുപൂട്ടൽ ഭീഷണി ഏതാണ്ട് ഈ കളി കഴിഞ്ഞാൽ ജൂണിൽ അടുത്ത മാസം 10-12 ദിവസം കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെക്കാനാണ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നീട് അത് തുടരുമോ, വീണ്ടും പ്രവർത്തനം തുടങ്ങുമോ ഒന്നും അറിയില്ല. അടുത്തവണ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവുമോ, ISL ഉണ്ടാവുമോ, ഉണ്ടെങ്കിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ഏതൊക്കെ കളിക്കാരുണ്ടാകും എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റേഡിയത്തിലേക്ക് ആരാധകർ വന്ന്, കൊച്ചിയിലാണ് കളി, കൊച്ചിയിൽ ആരാധകർ വന്ന് കളി കണ്ട് എല്ലാവരെയും മികച്ച നിലയിൽ ഒരു യാത്രയപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ആരാധകർ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കോച്ച് വെസ്റ്റ്വുഡ് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആരാധകർ വരുമ്പോഴും കാണികൾ ഒരുപാടുള്ളപ്പോഴുമാണ് കളിക്കാൻ സന്തോഷം എന്നുള്ളത്. മാത്രമല്ല FC ഗോവ ശക്തരായ ടീമാണ്. നേരത്തെ ബംഗളൂരുവും ജംഷഡ്പൂരും ഒക്കെ ശക്തരായ ടീമായിരുന്നു. അവരൊക്കെ തോൽപ്പിച്ച നമുക്ക് FC ഗോവയെ തോൽപ്പിക്കാം, FC ഗോവയെയും തോൽപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം വെസ്റ്റ്വുഡ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലതാണ്. എന്തായാലും വിജയത്തോടെ, നിറഞ്ഞ ഗാലറികളെ സാക്ഷി നിർത്തി വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ അവസാനിപ്പിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മുടെ ഒരു ടീമാണ്. നമ്മൾ എത്രയോ സീസണുകളായി മലയാളികളെ പ്രതിനിധീകരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഇനി ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകുമോ, ISL ഉണ്ടാകുമോ എന്നറിയില്ല. ഈ സീസണിലെ ആ കളിയെ നമുക്ക് അതിഗംഭീരമാക്കി അവസാനിപ്പിക്കാം.